ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പവും മുട്ടക്കറിയും, കേരളയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ അപ്പവും മുട്ടക്കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾക്ക് അപ്പം തയ്യാറാക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു 200 ഗ്രാം പച്ചരി 2 മണിക്കൂർ കുതിർത്തി വാരി വെച്ച് തീർത്തിട്ടുണ്ട്. ഒരു 1/4 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പ്, പഞ്ചസാര. ഇത് പുളിമാവാണ്. ഇന്ന് ഇപ്പോൾ രാവിലെ എടുത്ത പുളിമാവാണ്. അത് അല്പം ഞാൻ മാറ്റി വെച്ചതാണ്. നമ്മൾക്കിത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ 3-4 ദിവസം വരെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. പച്ചരി ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് നമുക്ക് നമ്മളുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിക്കുമ്പോൾ ജാറൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അരിയുടെ ഒപ്പം വെള്ളം ഒഴിക്കുക. അതിനുശേഷം തേങ്ങ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം ഒട്ടും കൂടാൻ സാധ്യത ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. കപ്പി കാച്ചാനായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം ഒഴിച്ച് ഒരു 2 സ്പൂണോളം. ബാലൻസ് നമ്മൾ കുറച്ച് ജാറിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. ഇനി നമ്മൾക്ക് കപ്പി കാച്ചെടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു 2 സ്പൂണോളം മാവാണ് എടുത്തിരുന്നത്. അതിനകത്തേക്ക് ഒരു 150-200 മില്ലി വെള്ളം ഒഴിച്ചു. ഇത് ഫുൾ ഫ്ലെയിമിൽ ആദ്യം ഇടുക. ഒന്ന് കുറുതായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കട്ട കുത്താതെ നന്നായി നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ കപ്പി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടോടുകൂടി ഒരിക്കലും ഒഴിക്കരുത്. നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മുടെ മാവിലേക്ക് ഒഴിക്കാവൂ. ഇത് മിക്സിയുടെ മാവിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു ഏകദേശം ഒരു 50 ഗ്രാമിൻ്റെ അടുത്താണ് എടുത്തേക്കുന്നത്. ആ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുമാതിരി തന്നെ നമ്മുടെ പുളിമാവ് എടുത്ത് വെച്ചേക്കുന്നതും ഇതിനകത്തേക്ക് ചേർത്തിടുക. ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ചുടുന്ന ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരുപാട് നേരം അടിക്കേണ്ടതില്ല. ഇതും നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പരമാവധി ജാറ് പൊക്കി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ മാവ് ഒന്ന് പതഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്കൊരു 8-9 മണിക്കൂർ പുളിപ്പിക്കാൻ വയ്ക്കാം. തണുത്ത പ്രതലങ്ങളിൽ പുളിപ്പിക്കാൻ വെക്കരുത്. ഒന്നല്ലെങ്കിൽ നമ്മൾ സ്ലാബുമൊക്കെ വെക്കുകയാണെങ്കിൽ തുണിയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ തിരിട അതല്ലെങ്കിൽ സ്റ്റീൽ റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പുളിമാവിനെ നമുക്ക് പുളിപ്പിക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞ മാവാണ്. അപ്പോൾ നമ്മുടെ മാവെല്ലാം ശരിക്കും കൊണ്ടിട്ടുണ്ട്. ഞാനെടുത്ത പാത്രം അല്പം ചെറുതായിപ്പോയി. അപ്പോൾ പുളിമാവ് ഒരു 2 ഇരട്ടിയോളം പൊന്തി വരും. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള പാത്രം എടുക്കുക. നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് മധുരം ഒന്ന് നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ മാവിന് നമ്മൾ വീണ്ടും 1 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. നന്നായി ഇളക്കി 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറും കൂടി നമ്മൾക്ക് ഈ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായി ഇളക്കി നമുക്ക് മാവിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നമ്മുടെ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പച്ചട്ടി മേടിക്കുമ്പോൾ അധികം കുഴിയില്ലാത്ത അപ്പച്ചട്ടി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു തവി മാവ് ഒഴിച്ചു ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് അടച്ചു വയ്ക്കുക. 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അപ്പം ആവും. നമ്മൾക്കൊന്ന് നോക്കാം. അതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു മരത്തിൻ്റെ സ്ലൈസർ കൊണ്ട് നമ്മൾക്ക് മാറ്റിയെടുക്കാം. ഈ ടഫ്ലോൺ ക്ലോട്ടിങ്ങുള്ള പാത്രങ്ങളിൽ സ്റ്റീലിൻ്റെ തവികളൊന്നും ഉപയോഗിക്കരുത്. നമുക്ക് മരത്തിൻ്റെ സ്ലൈസറോ തവികളോ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി ഈട് കൂടുതൽ കിട്ടും നമ്മൾക്കിതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പം കൂടിയും ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മൾക്ക് നല്ല സോഫ്റ്റ് അപ്പമാണ്
റെഡിയായി കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ അപ്പമല്ല, അപ്പം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി മുട്ടക്കറി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഞാൻ ഒരു 2-3 സവാള, ഒരു 2 തക്കാളി, 2 പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, അര തേങ്ങയുടെ പാല്, ഉപ്പ്, മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് തക്കാളി ഒഴികെയുള്ള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവകളിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. മുട്ട പുഴുങ്ങിയ സമയത്ത് നമ്മൾ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അല്പം ഉപ്പ് മാത്രം നമ്മൾക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ സവാള വാടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്ക് ഈ സമയത്തിട്ട് വാട്ടിയെടുക്കാം. ഈ സമയം നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. മുട്ട ഉപ്പിട്ട് പുഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ തോടൊക്കെ പൊളിക്കാനായിട്ട് നമ്മൾക്ക് എളുപ്പം കിട്ടാനായിട്ട് അത് സഹായിക്കും. അതുമാത്രമല്ല, ഉപ്പിട്ട് പുഴുകുകയാണെങ്കിൽ മുട്ടയ്ക്ക് നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ അല്പം ഉപ്പിട്ട് പുഴുങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ സവാള തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മസാലപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി. ഇനി നമ്മൾക്കിതൊന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മളുടെ എണ്ണയൊക്കെ തെളിയുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ തേങ്ങാപ്പാൽ, ഞാൻ 1-ാം പാലും 2-ാം പാലും ഒരുമിച്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളത്തിലാണ് 2 പാലും എടുത്തേക്കണത്. ആവശ്യത്തിന് നമ്മൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഒരല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ടൊമാറ്റോ സോസ് നിർബന്ധമുള്ളൊരു ചേരുവയല്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ ഗ്രേവി. ഇതിലേക്ക് നമ്മളുടെ തോടെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി, അധികം നേരം ഇത് തിളപ്പിക്കേണ്ടതില്ല. മുട്ടയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിടുക.